നമസ്കാരം. ആത്മീയ കഥകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യൻ്റെ മനസ്സിനെ അഗാധമായി സ്പർശിക്കുന്ന, നമ്മുടെ മനസ്സ് നിറഞ്ഞു തുളുമ്പുന്ന ചില അനുഭവങ്ങൾ നമുക്കുണ്ടാകും. അതേറ്റവും കൂടുതൽ ഹൃദയത്തെ ആർദ്രമാക്കി തീർക്കുന്നത് ഹൃദയം കൃതജ്ഞത കൊണ്ട് നിറയുമ്പോഴാണ്. ഒരു മനുഷ്യനായിരിക്കുക എന്നത് കൃതജ്ഞതയോടെ ഇരിക്കുക എന്നതിൻ്റെ മറുവാക്കായി എപ്പോഴും നാം തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും നാം ലോകത്തിൽ കാണുന്നത് എന്തിനും ഏതിനും നിരന്തരം പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഒരു തരത്തിലും സംതൃപ്തി അനുഭവിക്കാത്ത മനുഷ്യരെയാണ് പലപ്പോഴും നാം ലോകത്തിൽ കാണുന്നത്. സ്വത്തുക്കളുണ്ട്, ഭൗതികമായ സാഹചര്യങ്ങളുണ്ട്, കുടുംബം വളരെ സ്വച്ഛമായി മുന്നോട്ട് പോകുന്നു. പക്ഷെ നമ്മളൊരാളോടൊരു കുശലം ചോദിച്ചാൽ പലപ്പോഴും മനുഷ്യൻ്റെ മുഖത്ത് സംതൃപ്തിക്ക് പകരം കിട്ടാത്തതിനെപ്പറ്റി, നഷ്ടമായതിനെപ്പറ്റി, എനിക്കതില്ലല്ലോ എന്നതിനെപ്പറ്റിയുള്ള പരിഭവങ്ങളാണ് പലപ്പോഴും നിറഞ്ഞു കാണുക. കൃതജ്ഞതയോടെയുള്ള ജീവിതമാണ് നാം ഈ ജീവിതത്തിന് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ നിർവചനം എന്ന് തോന്നാറുണ്ട്. പലപ്പോഴും നല്ല മനുഷ്യനായി ജീവിക്കുവാൻ നമ്മളെ ഒരു സ്ഥാപനങ്ങളിലും പഠിപ്പിക്കുന്നില്ല. ഒരു സർവകലാശാലകളിൽ നമുക്ക് അത്തരത്തിലൊരു വിദ്യാഭ്യാസം തരുന്നില്ല. സർവകലാശാലകളും കോളേജുകളുമൊക്കെ നമുക്ക് തരുന്ന വിദ്യാഭ്യാസം പലപ്പോഴും ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസമാണ്. പലതരത്തിലുള്ള തൊഴിലുകൾ നേടുന്നതിന് വേണ്ടിയിട്ട്, പലതരത്തിൽ നമ്മെ സ്കില്ലുകളുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് വിദ്യാഭ്യാസം തരുന്നുണ്ട്. അതൊക്കെ ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസമാണ്. നമ്മളെ ഒരു ഡിഗ്രിക്കാരനാക്കി, നമ്മളെ ഒരു പ്രൊഫഷണൽ ഡിഗ്രിക്കാരനാക്കി മാറ്റുന്ന വിദ്യാഭ്യാസമാണ് നമുക്ക് പലപ്പോഴും കിട്ടുന്നത്. പക്ഷേ ജീവിതത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം പലപ്പോഴും നമുക്ക് സംഭവിക്കാത്തതുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ മഹത്വം നാം പലപ്പോഴും തിരിച്ചറിയാതെ, അടുത്തയിടെ ഒരു മാസിക ചെറുപ്പക്കാരുടെ ഇടയിൽ, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഇടയിൽ നടത്തിയ ഒരു സർവേയിൽ അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. പല വിദ്യാർത്ഥികളും ജീവിതത്തിലെ പ്രൊഫഷണലായിട്ടുള്ള ലക്ഷ്യങ്ങൾ, എനിക്ക് ഡോക്ടറാവുക, എനിക്കൊരു സയൻറ്റിസ്റ്റ് ആവുക, എനിക്കൊരു IAS ഉദ്യോഗസ്ഥനാവുക, ഇതുപോലുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞത്. ഈ സർവേ കണ്ടപ്പോൾ പ്രസിദ്ധനായ പോപ്പ് സിംഗർ, നമുക്കറിയാം ജോൺ ലിനനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാകും. ജോൺ ലിനൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു സംഭവം ഓർത്തെടുത്തത്, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു സംഭവം അദ്ദേഹം ഓർത്തെടുക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ചെറിയ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ അധ്യാപകൻ ഇതുപോലെ ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് വലുതാവുമ്പോൾ ആരാവണം എന്നൊരു ചോദ്യം ചോദിച്ച് കുട്ടികളെ കൊണ്ട് പുസ്തകത്തിൽ ഒരു പേജിൽ അത് എഴുതിച്ചു. ടീച്ചർ എല്ലാവരുടെയും കളക്ട് ചെയ്തു, അവരത് കൊണ്ടുപോയി അവരത് നോക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ കുട്ടികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, വീട്ടിൽ നിന്നും പറഞ്ഞു കൊടുത്ത വിധത്തിൽ വലിയ പണക്കാരനാവണം, അതിനുവേണ്ടി എന്ത് വേണം, നല്ല തൊഴിലുകൾ വേണം, അങ്ങനെ പല 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 തൊഴിലുകളുടെ പേരുകൾ എഴുതിയ പേപ്പറുകൾ ടീച്ചർ വായിച്ചു, കൂട്ടുകാരെ മുഴുവൻ അഭിനന്ദിച്ചു. ജോൺ ലിനനോട് പറഞ്ഞു, നിങ്ങളൊന്ന് സ്റ്റാഫ് റൂമിലേക്ക് വരണം എന്ന് പറഞ്ഞു. അവൻ സ്റ്റാഫ് റൂമിൽ ചെന്നു. കുട്ടികൾ എഴുതിയ ചോദ്യങ്ങളിൽ നിന്നും ജോൺ ലിനൻ്റെ ചോദ്യം മാത്രം എടുത്തു പിടിച്ചിട്ട് ടീച്ചർ പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? അദ്ദേഹം പേപ്പർ തുറന്നു കാണിച്ചു കൊടുത്തു. ടീച്ചർ പേപ്പർ തുറന്ന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഐ വോണ്ട് ടു ബി എ ഹാപ്പി മാൻ, എനിക്ക് ഒരു സംതൃപ്തനായ മനുഷ്യനാകണം എന്ന ഉത്തരമായിരുന്നു. അപ്പോൾ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്തിട്ട് ടീച്ചർ പറഞ്ഞു, നിനക്ക് ചോദ്യം കൃത്യമായി മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഒരു ഉത്തരം എഴുതിയത്. കുട്ടി വളരെ ശാന്തനായി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ടീച്ചർക്ക് എൻ്റെ ഉത്തരവ് നന്നായി മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അതെ, അതാണ് അവിടെ സംഭവിച്ചത്. അധ്യാപികയ്ക്ക് നല്ലൊരു മനുഷ്യനാകണം എന്ന് ഉത്തരം എഴുതിയ കുട്ടിയുടെ ഉത്തരം മനസ്സിലാകാതെ പോകുന്നു. ഏതൊരു തൊഴിലിൻ്റെയും ഏതൊരു പ്രവൃത്തിയുടെയും ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യത്വത്തെ നിർമ്മിക്കുക എന്നതാണ്. മനുഷ്യത്വ നിർമ്മിതിക്കപ്പുറത്തുള്ള ഒരു വിദ്യാഭ്യാസം നമുക്ക് ഈ ലോകത്തിൽ കൊടുക്കാനില്ല. പലപ്പോഴും നാം സൂചിപ്പിച്ചതുപോലെ ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു തലമുറ ജീവിതത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം കിട്ടാതെ ഉഴറുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, നമുക്ക് ജീവിതം തരുന്ന സാധ്യതകളെക്കുറിച്ച് ആലോചിക്കാൻ സാധിക്കുന്നില്ല.
അടുത്തിടെ പുറത്തിറങ്ങിയ വളരെ പ്രസിദ്ധമായ ഒരു ഹോം നേഴ്സ്, ഒരു പാലിയേറ്റീവ് വിഭാഗത്തിൽ തൊഴിലെടുക്കുന്ന ഒരു സ്ത്രീ എഴുതിയൊരു ഓർമ്മക്കുറിപ്പ് വായിക്കാനിടയായി. ഇവർ വൃദ്ധരായ മരണാസന്നരായ നിരവധി രോഗികളെ പരിചരിച്ച ശീലമുള്ള ഒരു ഹോം നേഴ്സാണ്. അവർ ഒരിക്കൽ പറയുകയുണ്ടായി, അവരുടെ ഓർമ്മക്കുറിപ്പിൽ പറയുകയുണ്ടായി, ഈ വൃദ്ധരായ പലരും അവരുടെ മരണശയ്യയിൽ, അവരുടെ രോഗശയ്യയിൽ അവർ ഏകാന്തരാണ്. ഒരുപക്ഷെ പ്രിയപ്പെട്ടവർ പലരും ദൂരെയായിരിക്കാം. അവർ അഭിപ്രായങ്ങൾ ഈ ഹോം നേഴ്സിനോട് അവരുടെ ചിന്തകൾ പങ്കുവച്ചു. അവർ പറയുന്നു, ഇതിൽ പലരുടെയും അഭിപ്രായങ്ങളിൽ സമാനതയുണ്ടായിരുന്നു. അവർ പലരും പറഞ്ഞത്, ഞങ്ങൾ പണമുണ്ടാക്കി വലിയ സമ്പന്നരോട് മക്കളെ വിവാഹം കഴിപ്പിച്ചയച്ചു, വലിയ വീടുകൾ വെച്ചു, വലിയ കാറുകൾ വാങ്ങി, ധാരാളം ആസ്തി ഉണ്ടായി ഞങ്ങൾക്ക്. പക്ഷേ പലപ്പോഴും ഞങ്ങൾ ജീവിക്കുവാൻ മറന്നുപോയി. ഈ പ്രസ്തുത ലേഖനത്തിൽ ഈ ഹോം നേഴ്സ് അഭിപ്രായപ്പെട്ട ഈ ആശയം നമ്മയൊക്കെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. മരണത്തിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു മനുഷ്യൻ ജീവിതത്തിൽ എന്തായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ പരസ്പരം പങ്കുവയ്ക്കാതെ പോയ സ്നേഹങ്ങളാകരുത് നമ്മെ നയിക്കുന്നത്. പരസ്പരം അറിയാതെ പോയ ഹൃദയങ്ങളാവരുത് നമ്മെ നയിക്കുന്നത്. പരസ്പരം മാനുഷികതയുടെയും നന്മയുടെയും വിളംബരമാകണം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. അത്യന്തം കൃതജ്ഞതാപൂർവമായ ഒരു ജീവിതമാണ് നമുക്ക് ജന്മം നൽകിയ ഈ പ്രകൃതിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നമ്മുടെ ജീവിതം കൊണ്ടുള്ള ഒരു അനുഗ്രഹം. അതിനുവേണ്ടി അത്തരം ചിന്തകളാൽ നമ്മുടെ മനസ്സിനെ നിറയ്ക്കാം. ഇന്നത്തെ ദിവസം നമുക്കേറെ ധന്യമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.